ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കേരള സ്റ്റൈലിലുള്ള മട്ടൺ കറി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മട്ടൺ ക്ലീൻ ചെയ്ത് മീഡിയം സൈസിൽ കട്ട് ചെയ്തത് 1.5 കിലോഗ്രാം. ഇഞ്ചി നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തത് 3.5 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 4 ടേബിൾ സ്പൂൺ. സവോള നീളത്തിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 3.5 കപ്പ്. ടൊമാറ്റോ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1.5 കപ്പ്. പച്ചമുളക് 2 പിളർന്നത് 8 എണ്ണം. കറിവേപ്പില 4 തണ്ട്. മല്ലിയില വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/4 കപ്പ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. കുരുമുളക് ചതച്ചത് 1.5 ടീസ്പൂൺ. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഗരം മസാല 1 ടേബിൾ സ്പൂൺ. നാരങ്ങ നീര് 2 ടീസ്പൂൺ. വെള്ളം 1 കപ്പ്. വെളിച്ചെണ്ണ 2.5 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഹോൾ സ്പൈസസ്: പെരിഞ്ജീരകം 1 ടീസ്പൂൺ. കുരുമുളക് 1/4 ടീസ്പൂൺ. കറുകാപ്പട്ട 2 ചെറിയ കഷ്ണം. ഏലക്ക 2 എണ്ണം. ഗ്രാമ്പു 2 എണ്ണം. തക്കോലം 1 എണ്ണം. ഒരു കുക്കറിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് കുറച്ച് സവോളയും എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്നും പകുതി ഇഞ്ചിയും, പച്ചമുളകിൽ നിന്നും 4 പച്ചമുളകും, 2 തണ്ട് കറിവേപ്പിലയും, എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയിൽ നിന്നും പകുതി കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 6 വിസിൽ കേൾക്കുന്നത് വരെ മട്ടൺ വേവിക്കുക. ഈ മീറ്റിന് വേവ് നന്നായിട്ടുണ്ട്. ചില മീറ്റ് പെട്ടെന്ന് തന്നെ വേവും. നിങ്ങളുടെ മീറ്റിന് വേവ് കുറവാണെങ്കിൽ 2 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്ന് മീറ്റ് വെന്തില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. ആറ് വിസിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് അടുപ്പിൽ നിന്ന് മാറ്റി പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ തുറക്കാവുള്ളൂ. ഈ സമയത്ത് വേറൊരു പാത്രത്തിൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഹോൾ സ്പൈസസ് ഇട്ട് പൊട്ടിക്കുക. ഇതിലോട്ട് ബാക്കിയുള്ള സവോളയും ആവശ്യത്തിന് സോൾട്ട് ഇട്ട് വഴറ്റുക. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ ബാക്കിയുള്ള ഇഞ്ചി, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 4 പച്ചമുളക്, ബാക്കിയുള്ള 2 തണ്ട് കറിവേപ്പില എന്നിവയിട്ട് വഴറ്റുക. ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളറാവണം, അല്ലെങ്കിൽ കറിക്കൊരു മതിരിപ്പ് പോലെ ഉണ്ടാവും. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വെച്ചതിന് ശേഷം മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക.
മല്ലിപ്പൊടിക്ക് മുളക് പൊടിയേക്കാൾ കൂടുതൽ മൂപ്പുണ്ട്. മല്ലിപ്പൊടി ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. സ്പൈസസ് എല്ലാം നിങ്ങൾ ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മസാലപ്പൊടികളെല്ലാം മൂത്തിട്ടുണ്ട് ഇപ്പോൾ. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, മല്ലിയില എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. ടൊമാറ്റോ നന്നായിട്ട് വെന്തലിഞ്ഞ് സോഫ്റ്റ് ആകണം. ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ മാത്രമായിട്ട് സ്റ്റോക്കിൽ നിന്നും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മട്ടൺ പീസുകളിൽ മസാല നന്നായിട്ട് കോട്ട് ചെയ്യുന്നത് വരെ മിക്സ് ചെയ്യണം. മട്ടൺ പീസുകളിൽ മസാല നന്നായിട്ട് കോട്ടായിട്ടുണ്ട് ഇപ്പോൾ. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മട്ടൺ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഇതിലോട്ടൊഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഗ്രേവി നന്നായിട്ട് കുറുകുന്നത് വരെ വേവിക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. നമ്മുടെ അടിപൊളി മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബൈ.